ജോപ്പാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കുറച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുകയായിരുന്നു. ആ റോഡിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ കാടൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് വളരെ ദുഃഖകരമായിട്ടുള്ള കാഴ്ച കാണാനിടയായിട്ടുണ്ട്. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യർ എല്ലാവരിലും തന്നെ നന്മകൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതങ്ങനെയൊക്കെ ആണ് താനും. ഒത്തിരി നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന നല്ല നല്ല ആൾക്കാരുള്ള ഈ ലോകത്ത് അവർ തന്നെ അറിയാതെ ചെറിയ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ, ഭൂരിഭാഗവും അവർ ചെയ്തത് നന്മകളായിരിക്കും. പക്ഷേ ചെറിയൊരു തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ അതിനെ വളരെയധികം പെരുപ്പിച്ച് കാണിച്ച് അവർ അതുവരെ ചെയ്ത നന്മകളൊന്നും ഇല്ലാതായി പോകുന്ന ഒരു ലോകത്താണല്ലോ നമ്മളുള്ളത്. അപ്പോൾ എല്ലാവരിലേക്കും ഞാൻ ഒരു റിക്വസ്റ്റാണ്, ഞാനടക്കം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ ഈ നിമിഷം എനിക്ക് തോന്നിയത്. ഇതൊക്കെ വൃത്തിയാക്കിയ സമയത്ത് കുറേ സിപ്പപ്പിൻ്റെയും മറ്റ് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സംഗതികളെല്ലാം കഴിച്ചിട്ട് അതെല്ലാം നമ്മൾ റോഡ് സൈഡിലേക്ക് വലിച്ചെറിയുകയാണല്ലോ. അതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാം. ഇപ്പോഴത്തെ സമയത്ത് ഒന്നെങ്കിൽ കടകളിൽ നിന്ന് ആണ് ഇത് വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്കത് മേടിച്ച് ഉപയോഗിച്ചിട്ട് അവിടെ തന്നെ ഉണ്ടാവും വേസ്റ്റ് ഇതൊക്കെ കളയാനുള്ള ഒരു ബോക്സ്, അതിൽ നമുക്ക് നിക്ഷേപിക്കാം. ഇല്ലെങ്കിൽ വീടുകളിലേക്ക് നിങ്ങളത് കൊണ്ടുവന്നിട്ട് ഹരിതകർമ്മസേനയൊക്കെ ഇപ്പം പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും ഇതെല്ലാം എടുക്കുന്നുണ്ടല്ലോ, അവരെ ഏൽപ്പിക്കാം നമുക്ക്. അതോടൊപ്പം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദ്യപിക്കാൻ പാടില്ല, മദ്യപിക്കരുതെന്ന് ഞാൻ പറയും, ബീവറേജ് കോർപ്പറേഷൻ ഇതൊക്കെ. അപ്പം നിങ്ങളിത് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ബിയറും കുപ്പി അങ്ങനെയുള്ളതൊക്കെ വലിച്ചെറിഞ്ഞത് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്നതാണ്. അവരൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പണ്ട് കാലത്തെ കാര്യം പറഞ്ഞതുപോലെയൊക്കെ തന്നെ കളിച്ച് ചിരിച്ച് രസിച്ച് തന്നെയാണ് ആ കുട്ടികളൊക്കെ നടന്നു പോവുക ഇതൊക്കെ ചെയ്യുന്നത്. അതോടൊപ്പം രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികളുമുണ്ട്. അവർ രാവിലെ മദ്രസയിൽ പോയിട്ട് തിരിച്ച് ഈ പറഞ്ഞ പോലെ കളിച്ച് ചിരിച്ചൊക്കെയാണ് വരുന്നത്. എന്തി കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ കുപ്പിച്ചില്ല് അവരുടെ മേത്ത് കൊണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ആ സമയത്ത് നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ലഹരി ഉപയോഗിക്കുന്നു. അത് ഉപയോഗിച്ചതിന് ശേഷം അത് അവൻ ഉപയോഗിച്ചു, ഓക്കെ, അവൻ്റെ സ്വാർത്ഥ താല്പര്യം. അത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളവർക്കും കൂടെ ഭീഷണി ആകുന്ന രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. നമ്മുടെ ഈ ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനമാണെങ്കിലും ഏതാണെങ്കിലും അത് അവൻ്റെ വീടിനെ മറക്കുന്നു, വീട്ടിൽ സമാധാനം ഉണ്ടാകുകയില്ല, നാട്ടിൽ സമാധാനം ഉണ്ടാകുകയില്ല. അപ്പം സാമ്പത്തികമായിട്ടും ബാക്കിയുള്ള മേഖലകളിലെല്ലാം നമുക്ക് നഷ്ടങ്ങളെ അത് വരുത്തി വയ്ക്കുകയുള്ളൂ. അപ്പം സമൂഹത്തിൽ എല്ലാവരും നന്മയുള്ള നല്ല ആൾക്കാരാണ്. അപ്പം നന്മയുടെ പാതയിലൂടെ തന്നെ ചരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പം ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ നമുക്കൊന്ന്, ഈ വലിച്ചെറിയുന്ന ഈ ശീലങ്ങളൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കി ഈ പറഞ്ഞ മേഖലകളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ആരെയും വേദനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നിനും ചെയ്തതല്ല ഇത് എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മളടക്കമുള്ള, ഞാനിപ്പം വാഹനത്തിൽ പോവുകയാണെങ്കിൽ എൻ്റെയോടൊപ്പം പിള്ളേർ, കുടുംബം എല്ലാവരും ഉണ്ടാവും. നമ്മൾ ഈ പുറത്തുനിന്ന് ചിലപ്പം എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങും. ഇതൊക്കെ വരുന്നത് മുഴുവനും പ്ലാസ്റ്റിക് കവറുകളിലും ഇതൊക്കെയാണ്. ഇത് ഉപയോഗിക്കരുതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിലാണ് നമുക്കിതെല്ലാം കിട്ടുന്നത്. അപ്പം ഞാനൊക്കെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൽ തന്നെ ചെറിയൊരു ബോക്സ് മേടിച്ച് വെച്ചേക്കുകയാണ്. അതിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിക്ഷേപിച്ച് ഇടാൻ പിള്ളേരോട് പറയും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് മുന്നേറാൻ സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ കടയിൽ നിന്ന് തന്നെ അത് എന്ത് ചെയ്യുക, നമ്മളവിടെയുള്ള വേസ്റ്റ് ബോക്സിൽ അത് നിക്ഷേപിക്കാൻ പ്രത്യേകം ശ്രമിക്കുമല്ലോ. നമുക്കെല്ലാവർക്കും കാലഘട്ടമൊക്കെ മാറി ഡിജിറ്റൽ കാലഘട്ടത്തിലൂടെയൊക്കെയാണല്ലോ നമ്മളിപ്പം കടന്നു പോകുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ആ കാര്യങ്ങളിലും കൂടെ ഒരു മാറ്റം വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.